മത്തായിയുടെ സുവിശേഷം അധ്യായം 19 വാക്യങ്ങൾ 13 മുതൽ 26 വരെ. കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യർ അവരെ ശകാരിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പൈതങ്ങൾ എൻ്റെ അടുക്കൽ വന്നുകൊള്ളട്ടെ, നിങ്ങളവരെ തടയരുത്. സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവരുടേതാകുന്നു. അവൻ അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്ന് പോയി. ഒരുവൻ അടുത്ത് ചെന്ന് യേശുവിനോട്, നല്ലവനായ ഗുരു, എനിക്ക് നിത്യജീവനുണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. യേശു അവനോട്, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ ദൈവം ഒരുവനെ നല്ലവനായിട്ടുള്ളൂ. ജീവനിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകൾ ആചരിക്കുക എന്ന് പറഞ്ഞു. അവൻ യേശുവിനോട്, കൽപ്പനകളേവാ എന്ന് ചോദിച്ചു. അതിന് യേശു അവനോട് പറഞ്ഞു, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നിവ തന്നെ. ആ യുവാവ് അവനോട്, ഇവയെല്ലാം എൻ്റെ ബാല്യം മുതൽ ഞാൻ ആചരിക്കുന്നു, ഇനി എനിക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചു. യേശു അവനോട് പറഞ്ഞു, പൂർണ്ണനാകുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിന്റെ സമ്പാദ്യം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ എൻ്റെ പിന്നാലെ വരിക. എന്നാൽ ആ യുവാവ് വളരെ സമ്പത്തുള്ളവനായിരുന്നുകൊണ്ട് ഈ വചനം കേട്ട് ദുഃഖിതനായി മടങ്ങിപ്പോയി. യേശു തന്റെ ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസമാകുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടി കടക്കുന്നതാകുന്നു. ശിഷ്യന്മാർ ഇത് കേട്ടപ്പോൾ വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും? യേശു അവരെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവരോട്, ഇത് മനുഷ്യർക്ക് കഴിയുന്നതല്ലെങ്കിലും ദൈവത്തിനെ സകലവും കഴിയുന്നതാണെങ്കിൽ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, സ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള 6ാം ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച വരുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഇവിടെ ആരംഭിക്കുന്ന ആരാധന ആത്മാവിലും സത്യത്തിലുമാകുവാൻ ഒരുക്കധ്യാനങ്ങൾ അതിന് മുമ്പ് നടത്തുകയാണ്. അടുത്ത ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കുന്ന വേദഭാഗം ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു. ആ വേദഭാഗത്തിലൂടെ പിതാക്കന്മാർക്ക് എന്തെല്ലാം സന്ദേശങ്ങൾ ലഭിച്ചു, നമുക്ക് ഇന്ന് എന്തെല്ലാം കിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിച്ചാൽ നമുക്ക് വേണ്ടിയ ഉപദേശങ്ങൾ പരിശുദ്ധാത്മാവ് തരും എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ 27-ാം ഭാഗത്തിലുണ്ട്. അഭിഷേകമുള്ളവരെ ആരും ഉപദേശിക്കേണ്ട കാര്യമില്ലെന്നും അവിടെയുണ്ട്. അഭിഷേകത്തിൻ്റെ 1ാമത്തെ ഉപദേശം അവിടെയുണ്ട്, കർത്താവിൽ വസിക്കണമെന്നാണ്. അപ്പോൾ കർത്താവിൽ വസിക്കുന്നവർക്ക് കർത്താവ് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും, കൂടെ നടത്തി നമ്മളെ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന അതാണ്, അഭിഷേകം പ്രാപിക്കുക, അഭിഷേകം പഠിപ്പിക്കുന്നത് കേൾക്കുക, അത് ആവർത്തിച്ച് നമ്മളെ ഓർപ്പിക്കുന്നത് ഉൾക്കൊണ്ട് അത് പ്രവൃത്തിയാക്കി മാറ്റി യേശുവിൽ വസിക്കുന്ന പ്രവൃത്തി ചെയ്യണം. അപ്പോൾ യേശു നമ്മിലും വസിക്കും, നല്ല ഫലം കായ്ക്കുകയും ചെയ്യണം. അപ്പോൾ നല്ല ഫലം കായ്ക്കുമ്പോഴാണ് പിതാവിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. നമ്മൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ എന്ന് എത്ര നാളായി പ്രാർത്ഥന തുടങ്ങുന്നത് ചൊല്ലാൻ തുടങ്ങിയിട്ട്. പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം, പിതാവിൻ്റെ സൽഗുണപൂർണ്ണതയിൽ പിതാവിൻ്റെ മക്കളെ മറ്റുള്ളവർ കാണുമ്പോൾ ഇത് സ്വർഗത്തിലെ അപ്പൻ്റെ മക്കളാണല്ലോ എന്ന് പറഞ്ഞ് കേൾക്കുന്ന വലിയ സന്തോഷമാണ്. സമർത്ഥരായ സൽസ്വഭാവികളായ മക്കളെക്കുറിച്ചുള്ള പുകഴ്ച ഉള്ള നല്ല റിപ്പോർട്ടുകൾ കേൾക്കുമ്പോൾ അപ്പനും അമ്മയ്ക്ക് എന്തൊരു സന്തോഷമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശോഭിക്കുന്ന സൽസ്വഭാവികളായ മക്കളെ കാണുമ്പോൾ ഇത് ഇന്നടത്തെ ആളിൻ്റെ മകനാണല്ലോ, മകളാണല്ലോ, ഇന്നടത്തെ ആളിൻ്റെ ഇന്ന മാതാപിതാക്കളുടെ മക്കളാണല്ലോ, മിടുക്കരാണല്ലോ അവർ കേൾക്കുമ്പോൾ ആ കുടുംബക്കാർക്കും ആ നാടിനും ആ വീടിനുമൊക്കെ അതിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നു. സ്വർഗത്തിലെ പിതാവിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് പിതാവിന് ആ മഹത്വം നമ്മൾ കൊടുത്തിട്ടുണ്ടോ? നിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു കൂട്ടിയിരിക്കുന്നു. മഹത്വം ഉണ്ടായോ? മഹത്വം ഉണ്ടാകാത്തത് എന്താണ് എന്നുള്ള കാര്യം പിതാക്കന്മാർ ഈ വേദഭാഗങ്ങളിലൂടെ എല്ലാം ധ്യാനിക്കുകയായിരുന്നു. സ്ലീവായുടെ ശേഷമുള്ള 6ാം ഞായറാഴ്ച വരുമ്പോഴേ കുരിശുകൾ വരുന്ന വഴി, കുരിശെടുത്തുകൊണ്ട് പോകേണ്ട വഴി, കുരിശെടുത്ത് ഇടം പ്രാപിക്കേണ്ട മനോഭാവം എന്താണെന്ന്
കർത്താവിനെയും മാതാവിനെയും വിശുദ്ധന്മാരെയും എല്ലാം നിരീക്ഷിച്ചിട്ട് അവരെ അനുകരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുകയാണ്. ശ്രീവായ്ക്ക് ശേഷമുള്ള 6-ാം ഞായറാഴ്ച വരുമ്പോഴേക്കും പിതാക്കന്മാരുടെ ശ്രദ്ധ എവിടെയായിരുന്നു? കർത്താവിൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് എന്തെല്ലാം കുരിശുകൾ സഹിച്ചു, പക്ഷെ ആ കുരിശിനെ കർത്താവ് ഇങ്ങനെ ഉയർപ്പിൻ്റെ അനുഭവമാക്കി, ആ സ്വർഗാരോഹണത്തിൻ്റെ അനുഭവമാക്കിയിട്ട് 120 പേർക്ക് പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവമായ അതങ്ങനെ മടക്കി കൊടുത്തു. അപ്പോൾ കുരിശിൻ്റെ പാതയിൽ പോകുന്ന പ്രാണനാണ് യേശുവിൻ്റെ മാറിലെത്തുന്നത്. യേശുവിൻ്റെ മാറിലെത്തുന്ന പ്രാണൻ എല്ലാം കൂടിയാണ് മണവാട്ടി സഭയാകുന്നതെന്ന് കൊലോസ്യർ 3-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. ഈ വലിയ ലാഭത്തോടുകൂടിയുള്ള നമ്മുടെ നാൾതോറുമുള്ള ജീവിതത്തിൽ ഓരോ ദിവസത്തെയും കുരിശുകൾ ഏതെല്ലാം തരത്തിൽ വരുമെന്ന് അറിഞ്ഞ് അതിനെ ദൈവാത്മാവിൽ ദൈവവചനപ്രകാരം കൈകാര്യം ചെയ്യുവാൻ പിതാക്കന്മാരെ അതങ്ങനെ സഹായിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 26 ഭാഗത്ത് നമ്മളെല്ലാ കൊല്ലവും ഈ ശ്രീവായ്ക്ക് ശേഷം 6-ാം ഞായറാഴ്ച ഇത് വായിക്കുന്നതാണ്. പക്ഷെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മുടെ പ്രായത്തിനും ആവശ്യത്തിനനുസരിച്ച് സന്ദേശങ്ങൾ കിട്ടുമെന്നുള്ളതാണ് വേദോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരിക്കലും അത് പഴയതാകുന്നില്ല. ഒരു ന്യൂസ് പേപ്പർ ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യം വായിക്കും, പിന്നെ വേസ്റ്റ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കും, സമയം കിട്ടുമ്പോൾ ഒന്നുകൂടി ഇരുന്ന് വായിച്ചാൽ പിന്നെ വേസ്റ്റാകും. വേസ്റ്റ് പേപ്പറായിട്ട് തൂക്കി വിൽക്കുകയാണ് നമ്മൾ. അത്രയ്ക്കുള്ള സാധനമേ ന്യൂസ് പേപ്പറിലെ വാർത്തകൾക്കുള്ളൂ. എന്നാൽ ഈ സുവിശേഷത്തിലെ സന്ദേശങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചാലും, എത്ര പ്രാവശ്യം കേട്ടാലും, എത്ര പ്രാവശ്യം ശ്രദ്ധിച്ചാലും അതിന് പുതുമയുണ്ടായിരിക്കും. അത് ജീവനുള്ള വചനമാണ്. ഈ ജീവനുള്ള വചനം ഓരോരുത്തരുടെയും പ്രായം അനുസരിച്ച്, ആവശ്യമനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് ഈ വചനം നമുക്ക് ഓജസ്സും വീര്യവും പ്രകാശവും തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് വേദോത്സവം ഒരിക്കലും പഴയതാകുന്നില്ല. വേദോത്സവം എന്നും പുത്തൻ, എന്നും പുത്തൻ കൃപകൾ തരുവാൻ ആ വചനങ്ങൾക്ക് കഴിവുണ്ടെന്നുള്ളത് കൊണ്ട് ഇത് വളരെ ഭദ്രമായി നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. വേദോത്സവം മാത്രമേ ഉള്ളൂ പഴയതായി ഖണ്ഡം ചെയ്യപ്പെടാത്ത പുസ്തകം. ഈ പുസ്തകം ഓരോ ദിവസം കഴിയുന്നവർ കോപ്പികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഷകൾ ലോകത്തിലുള്ള സകല ഭാഷകളിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലിപികളില്ലാത്ത ഭാഷകൾക്ക് പോലും ആ ലിപി ഇല്ലാത്തവർക്ക് കേൾപ്പിക്കാൻ വേണ്ടി കാർഡുകൾ ഉണ്ടാക്കി കേൾപ്പിക്കുന്ന വേല ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ വേദോത്സവം വായിച്ച് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ ഒത്തിരി കേട്ടതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടത്. ഞാൻ ഒത്തിരി കേട്ടതാണെങ്കിൽ ഇന്ന് കേൾക്കേണ്ട സന്ദേശം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ശ്രദ്ധയോടെ ഇരിക്കാമെങ്കിൽ നമുക്ക് ഇന്ന് ആവശ്യമുള്ള സന്ദേശം ഇന്ന് കിട്ടിയിരിക്കും. ഈ മുഖവരിയോടുകൂടെ കുരിശിൻ്റെ വഴികളെക്കുറിച്ച് നമ്മൾ മുമ്പ് കേട്ടതായ വചനങ്ങൾ ഓർത്ത് അതിനെ ജ്വലിപ്പിക്കാമെങ്കിൽ അതിനോട് ചേരുന്ന വചനം വരും. ഈ ധ്യാനമന്ദിരത്തിൻ്റെ പ്രത്യേകത ഇത് തുടർക്കഥ പോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പഠിക്കുക, ഒരിക്കലും മുഷിപ്പ് വരികയില്ല. എത്ര പ്രാവശ്യം എത്ര വർഷമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ പോയി നോക്കുന്നവരാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പത്തെ സന്ദേശം കേൾക്കാൻ സാധിക്കും. പക്ഷെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത കാണും. എല്ലാ വർഷത്തെയും ധ്യാന സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, അതിനെല്ലാം ഒരു പുതുമയുണ്ട്. ഒരിക്കലും അത് പഴയതായിത്തീരുന്നില്ല. അന്നന്നത്തെ ആവശ്യത്തിനുള്ള സന്ദേശങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വർഷത്തെ ഇന്നത്തെ നമ്മുടെ ആവശ്യം അനുസരിച്ച് വന്നിരിക്കുന്നവരുടെ ആവശ്യം അനുസരിച്ച് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനത്തിന് അനേക വശങ്ങളുണ്ട്, അനേകം മുനങ്ങളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നമുക്ക് ആശ്വാസദായകവും സന്തോഷകരവുമായിരിക്കും. അത് നമ്മുടെ സൗഖ്യദായകമാണ്, സന്തുഷ്ടിദായകമാണ്, രക്ഷാദായകമാണ് എന്നുള്ള കാര്യവും ഓരോ ദിവസവും അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ശ്ലീവായുടെ ശേഷമുള്ള 6-ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് പിതാക്കന്മാർ ഈ മത്തായിയുടെ ശേഷം 19-ാം അധ്യായം വായിച്ചതിൻ്റെ പ്രസക്തി എന്താണ്? കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ ദിവസവും കർത്താവിന് കുരിശുണ്ടായിരുന്നു. ആ കുരിശിനെ കർത്താവ് തിരിച്ചറിഞ്ഞിരുന്നു. തലേദിവസം രാത്രി തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായിട്ട് വന്നുകൊണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ? നമ്മൾ അനുഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്നലത്തെ സന്ദേശം അതായിരുന്നു. അനുഗ്രഹത്തെക്കുറിച്ചായിരുന്നു ഇന്നലത്തെ സന്ദേശം. ഇന്നലത്തെ ധ്യാന കുർബാനയ്ക്കിടയിൽ 10 തൊട്ട് 11 വരെയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കേട്ടത് സന്ദേശങ്ങൾ അനുഗ്രഹം വരുന്ന വഴികൾ, അനുഗ്രഹം കൊടുക്കേണ്ട വഴികൾ, അനുഗ്രഹത്തിൻ്റെ നേട്ടങ്ങൾ, അബ്രഹാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് നമുക്ക് അനുഗ്രഹം കിട്ടിയ കാര്യങ്ങളാണ് കേട്ടത്. നമ്മൾ ആർക്കെങ്കിലും അനുഗ്രഹമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഇന്നലെ കേട്ടു. ഇന്നലെ ദൈവാത്മാവ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മൾ ആർക്കെങ്കിലും അനുഗ്രഹമായിട്ടുണ്ടോ? അബ്രഹാം അനേകർക്ക് അനുഗ്രഹമായി മാറിയെന്നാണ് പറയുന്നത്. അബ്രഹാം സാറായ്ക്കും, സാറ അബ്രഹാമിനും, ഇസ്ഹാക്കിനും, യാക്കോബിനും, യോസേഫിനും എല്ലാം അനുഗ്രഹമായി മാറി.
ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ അനുഗ്രഹം പ്രാപിച്ചോ? നമ്മൾ അനേകർക്ക് അനുഗ്രഹമായോ? നമ്മൾക്കൂടെ അടുത്ത തലമുറയിലേക്ക് അനുഗ്രഹം പോയോ? ഈ ചോദ്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. അതെല്ലാം ദൈവാത്മാവ് ഓർപ്പിച്ചിട്ട് അതിന് ബാക്കിയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ അനുഗ്രഹം വാങ്ങുക, അനുഗ്രഹം നിറയുക, അനുഗ്രഹം സംഭരിക്കുന്ന പാത്രമാകുക, അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന പാത്രമാകുക, അനുഗ്രഹം 1000 തലമുറയ്ക്ക് വരെ ഒഴുക്കി വിടുക, ഇതൊക്കെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലുള്ള പദ്ധതികളാണ്. ഇതിലേതാ ഇപ്പം നമ്മുടെ പദ്ധതി? ഈ പദ്ധതി നടപ്പിലാകണമെങ്കിൽ വേറൊരു പദ്ധതി ഇല്ലാതാകണം. അതെന്താണ്? ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്, അന്യദേവനെ ആരാധിക്കുന്നവർക്ക് വലിയ ശാപം ഉണ്ടാകുന്നവർ. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അന്യദേവനെ ആരാധിക്കുക, അവൻ്റെ പേര് പോലും പറഞ്ഞേക്കരുത്. ദൈവം അത്രയ്ക്ക് തീക്ഷ്ണതയുള്ളവനാണ്. ഈസ് എ ജലസ് മാസ്റ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അസൂയ എന്ന് പറയുന്ന കാര്യത്തിനകത്തൊരു നല്ല വശവും കൂടി ഉണ്ട്. നല്ല അസൂയയുണ്ട്, ചീത്ത അസൂയയുണ്ട്. നല്ല അസൂയ ഏതാണെന്നറിയാവോ? സ്നേഹിക്കുന്ന ആളിന് തിന്മയൊന്നും വരാൻ പാടില്ല, അവരെ നന്മയുടെ പക്ഷത്ത് തന്നെ നിന്നോണെന്നുള്ള നിർബന്ധം. ഭർത്താക്കന്മാർക്കുള്ള ഒരു അസൂയയുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മാത്രമേ താമസിക്കാവൂ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മാത്രമേ കിടക്കാവൂ. അതൊരു അസൂയയാണ്. വേറെ ആരെങ്കിലും കൂടെ കിടന്നൊന്ന് വർത്താനം പറഞ്ഞു കേട്ടാൽ അസൂയ മൂക്കും. എന്താ അതെന്തിനാ? ആ ഭാര്യയ്ക്ക് നല്ലതാ ആ അസൂയ. ഭാര്യ ഇവിടെ നോക്കിയുള്ളൂ അല്ലേ? എന്നാൽ എതിരേലും പൊക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ കൈവിട്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം നല്ല അസൂയ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവിന് നല്ല അസൂയ ഉള്ള പോലെ എൻ്റെ ഭർത്താവിനും അസൂയ കൊടുക്കണേ. എന്നെ ശരിക്കും നോക്കണം, ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്നെ വേറെ ആരെങ്കിലും കണ്ടു നോക്കുന്നുണ്ടോന്നൊക്കെ. അസൂയക്കാരന ഭർത്താവ് നോക്കിക്കൊണ്ട്. ഭർത്താവിനും കർത്താവിനും മാത്രമുള്ള ഒരു അസൂയുണ്ട്. അത് നല്ല അസൂയയാണ്. ആ നല്ല അസൂയ പോയാൽ കൈവിട്ടു പോകും. ദൈവത്താൽ കൈവിടപ്പെടാൻ പരപുരുഷന്റെ കയ്യിൽ അകപ്പെടും, പരസ്ത്രീയുടെ കയ്യിലും അകപ്പെടും. അപ്പൊ ഒരിക്കലും ദൈവമേ നീ എന്നെ കൈവിടല്ലേ, നിന്റെ അസൂയയ്ക്ക് ഒരു കുറവും വരരുത്, ശരിക്കും എന്നെ അസൂയയോടെ നോക്കിക്കോ, എന്നെ വേറെ ആരും കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. ആ അനുഭവത്തിൽ നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ദൈവത്തോട് മാത്രം പറ്റിച്ചേർന്നുള്ള വിശ്വസ്തതയിൽ ജീവിക്കുന്ന ആ ഒരു ദൈവ പൈതലിനെ ശാപം വരുന്ന വഴി അവിടെ എഴുതിയിരിക്കുന്നു. കർത്താവും ഭർത്താവുമായ ആ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് അന്യദേവനെ എന്തെങ്കിലും കൊടുത്താൽ അങ്ങോട്ട് നോക്കിയാൽ കർത്താവ് വെറുതെ വിടുകയില്ല. ആ സ്വർഗത്തിലുള്ളതായ ശാപത്തിന്റെ ആ പാത്രം എടുത്താൽ കമത്തും തലയിലോട്ട്. അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ശാപം അനുഗ്രഹമൊക്കെ ദൈവസന്നിധിയിലുണ്ട്. ആ ശാപം 4 or 5 തലമുറ വരെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൊച്ചു പാത്രത്തിലെ ശാപം കൊടുക്കുകയുള്ളൂ. അതൊരു കരുണയാണ്. ഏതാ? അത് 4-5 തലമുറക്കാർ പിടിച്ചാൽ തീരുകയുള്ളൂ. തീരാതെ പാത്രം തിരിച്ചെടുക്കാൻ പോകും. പാത്രം ഇപ്പം ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നു, ഒരു പാത്രം ഒരു ഗ്ലാസ് നിറച്ച് അല്ലെ ഒരു കപ്പ് നിറച്ച് ടീ കൊണ്ടു കൊടുത്തു. അവരൊന്ന് സിപ്പ് ചെയ്തേച്ച് അവിടെ അങ്ങ് വെച്ചു, ഒന്ന് മുത്തിയേച്ച് അവിടെ വെച്ചു. ഇവർക്ക് ഈ പാത്രം എടുത്തുകൊണ്ട് പോകാൻ തോന്നുമോ? തീരാതെ എടുക്കാനും പോകും. കൊടുത്തുപോയി, അയാളുടെ ആയിപ്പോയി. ഇങ്ങനെ മുത്തിക്കൊണ്ടിരിക്കുക, കുറേശ്ശെ പിടിച്ചോണ്ടിരിക്കുക. മട്ടറാകുന്നിടം വരെ കുടിച്ചു കഴിഞ്ഞാൽ ഈ പാത്രം എടുത്തോണ്ട് ആ പാത്രം ഇനി ആവശ്യമുണ്ടെന്നേ അത് കഴുകി കമത്തി ഷോക്കേസിൽ കൊണ്ടുവെക്കും. അടുത്ത അതിശി വരും, പിന്നെ എടുക്കും. അതവരുടെ അഭിമാനമാണ്, ഞങ്ങളുടെ പാത്രം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. സ്വർഗത്തിലും അങ്ങനെ ഒരു അഭിമാനമുണ്ട്. അപ്പൊ ശാപം കിട്ടുന്ന പണി ചെയ്താൽ സ്വർഗത്തിലെ അപ്പച്ചമ്മ ഏറ്റവും കൊച്ചു പാത്രത്തിൽ ശാപം അങ്ങോട്ട് കൊടുത്തേക്കാം. ഇതിൽ കുറച്ച് പാത്രം വേറെ ഇല്ല. അപ്പൊ സ്വർഗത്തിൽ ഏറ്റവും കൊച്ചു പാത്രത്തിൽ ശാപം കിട്ടിയാൽ 1-ാം തലമുറക്കാർ പിടിച്ചാലും പിന്നെയും ബാക്കിയിരിക്കും അതിനകത്ത്. 4-1 തീരുള്ളൂ. 1-ാം തലമുറക്കാരെ എത്ര ദിവസം എത്ര പ്രാവശ്യം കുടിച്ചാലും തീരെ അത്രയ്ക്ക് അധികമുണ്ട്. ഇത് അത്രയ്ക്ക് കൊച്ചു പാത്രത്തിലാണെങ്കിലും അങ്ങനെ 1-ാം തലമുറക്കാർ പിടിച്ചു ബാക്കിയോട് വെച്ചേക്കും. പിതാവർ അവിടെ ഇരിക്കട്ടെ, 2-ാം തലമുറക്കാർ ബാക്കി പിടിച്ചോട്ടെ. 2-ാം തലമുറക്കാർ പിടിച്ചാൽ പിന്നെയും ബാക്കി. അത് 3-ാമത്തെ 4-ാമത്തെ ചില 7-ാം തലമുറയൊക്കെ പോവും. ഈ കുടിച്ചു തീർക്കുന്നതിൽ ചില അലസതയുള്ളവരുണ്ട്, അവിടെ ഇരിക്കട്ടെ. അപ്പൊ 7-ാം തലമുറയിലൊക്കെ ഇത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹമാകാത്തതിന്റെ കാര്യം എന്നാണെന്നറിയാവോ? അനുഗ്രഹം വാങ്ങിക്കാൻ പാത്രമില്ല. അനുഗ്രഹം വാങ്ങിക്കാനുള്ള പാത്രമില്ലെന്ന് മാത്രമല്ല, ശാപത്തിന്റെ പാത്രം മുമ്പിൽ ഇരിക്കുന്നു. അത് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുക. അത് തീരാതെ അനുഗ്രഹത്തിന്റെ പാത്രം വെക്കാനൊക്കെ. അപ്പൊ സ്വർഗത്തിലെ അനുഗ്രഹത്തിന്റെ പാത്രം ഏറ്റവും വലിയ പാത്രമാണ്. ആ പാത്രം 1000 തലമുറക്കാർ കുടിച്ചാലേ തീരുള്ളൂ. നോക്കണേ, അതിനൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? എന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, സ്നേഹമുള്ള ദൈവമേ, 1000 തലമുറക്കാർ കുടിച്ചാൽ അവർ കുടിച്ചാൽ മാത്രം തീരുന്നൊരു ഭയങ്കര പാത്രം സ്വർഗത്തിലുണ്ട്. അത് ദൈവത്തെ മാത്രം ആരാധിക്കുന്നവർക്ക്, കർത്താവിനോടും ഭർത്താവിനോടും വിശ്വസ്തതയുള്ള
ആ വിശ്വാസികൾക്ക് ദൈവം കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ആ അനുഗ്രഹം. അത് അബ്രഹാമിന് കിട്ടി. അത് 1000 തലമുറക്കാർ ഇതുവരെ ആയിട്ടില്ല. അബ്രഹാമിന്റെ കാലം തൊട്ട് നമ്മളും അതിൻ്റെ ഇടയിലാണ്. വിശ്വാസികളെല്ലാം ഈ 1000 തലമുറക്കാരുടെ കൂട്ടത്തിലോട്ട് കയറുക. കൊച്ചു മക്കളായിട്ട് അങ്ങ് കയറുക. അപ്പൊ അബ്രഹാമിന് അങ്ങനെ അനേക മക്കളെ കിട്ടി. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മക്കളെ കിട്ടിക്കൊണ്ടിരിക്കുക. അക്ഷരാർത്ഥത്തിൽ നക്ഷത്രം പോലെയും പൊടിമണ്ണ് പോലെയും മക്കളുണ്ടായിക്കൊണ്ടിരിക്കുക വിശ്വാസികൾ. അപ്പൊ നമുക്ക് ആ ഭാഗ്യം വേണമെങ്കിൽ ശാപത്തിന്റെ പാത്രം ഒന്ന് കാലിയാക്കണം. അത് മുഴുവൻ ഇങ്ങോട്ട് പോരണമെന്ന് പറയണം. അടുത്ത തലമുറയ്ക്കൊന്നും വിടണ്ട. എന്താ ആ ഒരു നീതിബോധം ഏതായത് കർത്താവിന്റെ ഈ ശാപപാത്രം അതിൽ അങ്ങ് പിൻവലിപ്പിക്കണം. അതിനും ഞാൻ മുഴുവൻ കുടിച്ചേക്കാം, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം കഴിഞ്ഞ തലമുറയിൽ നിന്ന് വന്ന ശാപമാണ്. അവരുടെ വീട്, അവരുടെ വസ്തു, അവരുടെ രക്തം, അവരുടെ ജീവൻ, അവരുടെ എല്ലാം നമുക്ക് അനുഭവിക്കാൻ. പിന്നെ ശാപം കൂടെ അനുഭവിച്ചുകൂടെ? അത് മാത്രം വേണ്ടെന്ന് പറയുന്നു. ഇത് അന്യായമാണ്. അതുകൊണ്ട് കഴിഞ്ഞ തലമുറക്കാരൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കൈപ്പറ്റിയിട്ട് അടുത്ത തലമുറയ്ക്ക് ഞാനിത് വിടുകയില്ലാന്നൊരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? അതിനാണ് ഇവിടുത്തെ നിത്യകുർബാന. ഇവിടുത്തെ നിത്യകുർബാനകൾ ഈ ലാഭോടുകൂടിയാണ് പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞ് നിറയ്ക്കുന്ന പുതിയ തുരുത്തികളാക്കി മാറ്റി 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്നവരാകാൻ വേണ്ടിയാണ് ഈ പരിപാടി. ഓരോ കുർബാനയ്ക്കും മുമ്പും കുമ്പസാരവും ധ്യാനവും അനുതാപ പ്രാർത്ഥനയും സ്വയപരിശോധനാ സഹായിയും ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ കാര്യം ശാപം വരുന്ന വഴി ഇനി അടയാനുണ്ടോ, ഇനി ശാപം തീരാനുണ്ടോ, അത് 2 കൈ നീട്ടി ഞാൻ വഹിച്ചേക്കാം. ഈ ശാപം വാങ്ങിക്കാനോ അനുഗ്രഹിക്കാനോ ആർക്കും മനസ്സിലാഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചന്റെ മോഹൻ പറഞ്ഞു, നീ ഇതല്ല എനിക്ക് ഞാൻ തന്നേക്കാം. കർത്താവ് അങ്ങനെയാ കാൽവരി ക്രൂശിൽ കയറേണ്ടി വന്നത്. അപ്പൊ സ്നേഹമുള്ളവരെ മറ്റുള്ളവരുടെ ശാപവും കൂടെ വഹിക്കണം, സന്തോഷത്തോടെ വഹിക്കണം. അത് അടുത്തുള്ള വഹിക്കാൻ വിടുകയില്ല എന്നൊരു അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹമാകണമെങ്കിൽ, അനുഗ്രഹം കൊടുക്കണമെങ്കിൽ ശാപത്തിന്റെ വഴി അടയ്ക്കണം. ശാപത്തിന്റെ കാലാവധി തീരണം. അത് സ്വമനസാലെ ചെയ്താൽ നമുക്ക് പുതിയൊരു അധ്യായം തുറക്കാൻ തുടങ്ങും. അത് യെഹെസ്കേൽ 18 ഉണ്ടാക്കാൻ. യെഹെസ്കേൽ 18 ഒരു പഴഞ്ചൊല്ല് ആവർത്തിച്ചിട്ട് അത് നിർത്തലാക്കാൻ പോവുകയാണെന്ന് കൃപായുഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പന്മാർ പച്ചമന്തിരിങ്ങി അതിന് ഒത്തിരി മക്കളുടെ പല്ല് വിളിച്ചിട്ടുണ്ട്. അത് 4-ാം തലമുറ വരെ ശാപം പോകുമെന്ന് പറഞ്ഞ ആ വചനത്തിൽ നിന്നുണ്ടായ പഴമൊഴിയാണ് അപ്പൻ പച്ചമന്തിരിങ്ങ നിന്ന പല്ല് മക്കളുടെ പല്ലും പൊളിക്കും. അതായത് പഴയ നിയമത്തിലെ പുറപ്പാട് 20-ന്റെ 5-ാം വാക്യത്തിന്റെ മറ്റൊരു അർത്ഥമാണ് ഈ പറഞ്ഞിരിക്കുന്ന പഴഞ്ചൊല്ല്. അപ്പൻ പച്ചമന്തിരിക്കാൻ നിന്നാൽ മക്കളുടെ പല്ലും പുളിക്കും. കാരണം ശാപം അപ്പനിൽ നിന്ന് മകനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്താം. എപ്പോൾ? അത് ഈ കൃപായുഗത്തിൽ അനേകർ ആ ശാപത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലായോ എന്നറിയണം. എപ്പോഴാണ് അപ്പന്മാർ പച്ചമന്തിരിങ്ങാതെ നിന്നിട്ട് പല്ല് വിളിക്കുന്ന മക്കൾക്ക് പല്ലിന്റെ പുളിപ്പ് തീർന്നിട്ട് നല്ല പല്ലും പുളിപ്പേക്കാത്ത പല്ലും കിട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? യെഹെസ്കേൽ 18-ാം അധ്യായത്തിന്റെ അവസാനത്തെ 1-2 വാക്യം വായിക്കണം. ആ വ്യവസ്ഥ പാലിക്കുന്നവർക്ക് മാത്രമേ ഈ ശാപത്തിന്റെ തലമുറയിൽ നിന്ന് വിടുതൽ കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏതാ വാക്യം എന്ന് പറയാമോ? പുതിയ ഹൃദയം, പുതിയ ആത്മാവ്, പിന്നെ എറിഞ്ഞു കളയണം. നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയവും ഒരു പുതിയ ആത്മാവും സമ്പാദിച്ചുകൊണ്ടിരിക്കും. അതെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളു. മനം തിരിഞ്ഞ് അതിക്രമമൊക്കെ വലിച്ചെറിയണമെന്നാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം തീരാത്തത്. അതിക്രമം ആരുണ്ടാക്കിയതാ? അതിക്രമങ്ങൾ വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ഉണ്ടാക്കി കൂട്ടിയിട്ട് നമുക്ക് സമ്പാദിച്ചു തന്നെ ചോദിക്കുക. അത് കൊണ്ട് നടക്കുക നമ്മൾ. അതുകൊണ്ട് ആ അതിക്രമങ്ങൾ വലിച്ചെറിയണമെങ്കിൽ കൈക്ക് തൻ്റെ ഇടം വേണ്ടേ? കൈക്ക് തൻ്റെ ഇടം വേണമെങ്കിൽ 2 കാലം നേട്ടനെ നിന്നുകൊണ്ട് വേണ്ടേ വലിച്ചെറിയാൻ? അപ്പൊ കാലിന് തൻ്റെ ഇടം വേണ്ടേ? കൈക്കും കാലിനും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കാനുള്ളൂ. മനസ്സിലായോ? ഈ അതിക്രമങ്ങളെ വലിച്ചെറിയുന്നതിന് ഒരു ചവിട്ടും കൂടെ കൊടുക്കണം. അതിന് കാലിനും തൻ്റെ ഇടം വേണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതുവരെയായിട്ട് അതിക്രമങ്ങളെ ചവിട്ടി മെതിച്ചിട്ട് കടലിലേക്ക് വലിച്ചെറിയാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണ്? ഈ പറഞ്ഞ വ്യവസ്ഥ നമ്മൾ മാനസാന്തരം ഇതുവരെയും പുതുതായി തീർന്നിട്ടില്ല. മാനസാന്തരം ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. ആ മാനസാന്തരം പൂർണ്ണമാകണം. അതിക്രമങ്ങളെ വലിച്ചെറിയാൻ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ വളർച്ച പ്രാപിക്കണം. അതിനാണ് മാമോദിസായിൽ കൂടെ യേശുവിനെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത്. മാമോദിസായിൽ നമ്മൾ ജനിക്കുന്ന യേശു വളർന്ന് 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 അവൻ നമ്മുടെ കാലിനെ അതിക്രമങ്ങളെ ചവിട്ടി മതിക്കുന്ന കാലാക്കി, നമ്മുടെ കൈകളെ അത് വലിച്ചെറിയുന്ന കൈയാക്കി കഴിയുമ്പോൾ പ്രശ്നം തീരും.
അപ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി, അബ്രഹാമിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി. അബ്രഹാമിന് ഈ അനുഭവം ലഭിക്കാൻ എത്ര കൊല്ലം മെനക്കെട്ടു. അബ്രഹാമിനെ വിളിച്ച ഒരു കാലം, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റൊരു കാലം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു. പോയടത്തെല്ലാം ബലിപീഠം ഉണ്ടാക്കേണ്ടി വന്നു. പോയടത്തെല്ലാം കർത്താവിനെ ആരാധിക്കേണ്ടി വന്നു. കർത്താവ് ഉപേക്ഷിക്കാൻ പറഞ്ഞതെല്ലാം ഉപേക്ഷിച്ചു. സഹോദരപുത്രനുമായി വസ്തുതർക്കം വന്നപ്പോൾ നീ വേണ്ടതിൽ എടുത്തു എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. അതിന് വഴക്കൊന്നും ഉണ്ടായില്ല. ഈ സ്വഭാവം വല്ലതും നമുക്കുണ്ടോ? നമുക്ക് അനുഗ്രഹം കിട്ടാത്തതിൻ്റെ കാര്യം എന്താ? നമ്മളിതിനെ അതിൽ വഴക്ക് തീർന്നിട്ടില്ല, കേസുകൾ തീർന്നിട്ടില്ല, പരിഭവങ്ങളും പരാതികളും തീർന്നിട്ടില്ല. ഇതെല്ലാം കൊണ്ട് നടക്കുന്നതുകൊണ്ട് അനുഗ്രഹത്തിനിരിക്കാൻ ഇടമില്ലാതായി പോവുകയാണ്. ഈ ഗതികേട് മാറണം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിന് ചുരുക്കം, ഇന്നലെ കേട്ടതായ സന്ദേശത്തിൻ്റെ ബാക്കി ഇതാണ്. അനുഗ്രഹമാകണമെങ്കിൽ ശാപം മാറണം. ശാപം മാറണമെങ്കിൽ ശാപം മാറ്റിവിടാനുള്ള വഴികളുണ്ടാകണതിന് പകരം ഉണ്ടാകണം. യേശു തന്നെ ശാപമാക്കപ്പെട്ടു. യേശു പാപവും ശാപവും വഹിച്ചിട്ട് നമ്മളെ വിടുവിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ട് നമുക്കിത് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ നമുക്കത് സ്വന്തമാക്കാനോ സാധിക്കുന്നില്ല? ആ പ്രശ്നം സ്വയപരിശോധനാ സഹായിയിലൂടെ നമ്മൾ ആ കാര്യം കണ്ടെത്തണമെന്ന് കാര്യം ഓർപ്പിക്കുന്നു. സ്വയപരിശോധനാ സഹായിയിൽ 32 ചോദ്യം മാത്രമേ ഉള്ളൂ. 1000 ചോദ്യങ്ങൾ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അടുത്ത 1000 ചോദ്യം റെഡിയായിരിക്കുന്നു. അത് വെബ്സൈറ്റ് വരാൻ പോവാം. മനസ്സിലായോ? ഇത് മെനക്കെട്ടിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഗൾഫിൽ നിന്ന് വന്ന ഒരു സഹോദരൻ ഇത് കമ്പ്യൂട്ടറിൽ നിന്ന് എഴുതിയെടുത്തിട്ട് അത് എല്ലാവർക്കും കേൾക്കത്തക്ക തരത്തിൽ കമ്പ്യൂട്ടറിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി 1001 മുതൽ 2000 വരെയുള്ള സ്വയപരിശോധന സഹായിയുടെ ചോദ്യം അതിനകത്തിരിക്കുന്നു. ഗൾഫിൽ നിന്നൊരു ബാഗിനകത്താക്കി എൻ്റെ ഇവിടെ തന്നിരിക്കുന്നത് കറക്റ്റ് ചെയ്ത് തിരിച്ച് കൊടുത്തു വിടുന്ന ഒന്നാണ്. കൊടുത്തു വിട്ടാൽ അത് വെബ്സൈറ്റിൽ വരും. അപ്പം നമുക്ക് ശാപം വരുന്ന വഴികൾ അടയ്ക്കാൻ ഓരോ വചനങ്ങളും തരുന്ന പ്രകാശനം, ഓരോ വചനങ്ങളും തരുന്ന ശക്തി, വീര്യം ഈ യേശുവിനെ വളർത്താനും, വചനമായ യേശുവിനെ വളർത്താനും, അതിക്രമങ്ങൾ വലിച്ചെറിയാനും അതിനെ ചവിട്ടാനും തൻ്റെ ഇടമായി മാറിയെങ്കിൽ ഈ ശാപത്തിൻ്റെ പ്രശ്നം തീർന്നിട്ട് അനുഗ്രഹത്തിൻ്റെ കാര്യം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്ന് ഒട്ടും നമുക്ക് സമയം കളയാനില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ 32 ചോദ്യം തന്നെ നോക്കി എത്ര പേരുണ്ട്. ഈ 32 ചോദ്യം കഴിഞ്ഞാൽ പിന്നെ 33ാമത്തെ വേറെ ഉണ്ട്. അത് വെബ്സൈറ്റിൽ പോയി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ ചോദിച്ചാൽ അവർ എഴുതിത്തരും. ഒരു 10 ചോദ്യം ഇത് എഴുതിയെടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അത് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ജാഗരിക്കുക, കുരിശിന് ചുവട്ടിൽ കൂടെ നടക്കുക. എന്നിട്ട് ആ ഓരോ പ്രശ്നവും പരിഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വലിയ ഭണ്ഡാരമായി മാറി ആ 1000 തലമുറയ്ക്ക് കൊടുക്കുന്ന ഭണ്ഡാരമാകാനാണ്. അതുകൊണ്ട് ഈ നിത്യകുർബാന അതിനുവേണ്ടിയാണ് നമ്മൾ ആരും ഓർപ്പിക്കുന്നു. പിശാചിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമെല്ലാം ശരിക്കും മടുപ്പിക്കും. മനസ്സിലായോ? നിത്യകുർബാന എന്ന് പറഞ്ഞാൽ അവൻ മരിശമാണ്. മനസ്സിലായോ? ഇരിക്കപ്രതി ഉണ്ടാകുകയില്ല. കഴിഞ്ഞ രാത്രി അവൻ എന്നെ കറക്കിക്കളഞ്ഞു. 10-12 ദിവസമായി നീ കുർബാന ചൊല്ലി തുടങ്ങിയിട്ടില്ലേ, അന്ന് കാണട്ടെന്ന് പറഞ്ഞ് അങ്ങനെ വാശിക്ക് പുറകെ നടക്കുക. അവനങ്ങനെ പോരാടി ചെന്ന് അങ്ങനെ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുക. ഇന്നലെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊഴിച്ചാലേ കുർബാന അനുഭവിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ചില പേര് മാറി നിന്നു സ്വയപരിശോധനയ്ക്ക് വേണ്ടി. എന്നാൽ നിനക്ക് നിന്റെ കണ്ണുനീര് ഞാൻ മുടക്കിയിരിക്കുന്നു, ഞാൻ എൻ്റെ കണ്ണങ്ങ് വരണ്ടു പോയി. മനസ്സിലായോ? ഞാൻ അതിനുവേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റുള്ളവരെ ശാസിച്ചാൽ കറവറ്റും. കണ്ണുനീരില്ലാത്തവരെ ശാസിച്ചാൽ നമ്മുടെ കണ്ണുനീര് പോയെന്നിരിക്കും. പിന്നെ അതിനുവേണ്ടി ഇനി നിലവിളിക്കാൻ പോവുക. മനസ്സിലായോ? അതിന് ഉപവാസം എടുക്കണം, നോയമ്പെടുക്കണം. കണ്ണുനീര് മുടക്കുന്ന തിന്മയുണ്ട്. കണ്ണുനീര് മുടക്കിയെ മാറ്റിയെങ്കിലേ കണ്ണുനീരിൻ്റെ ഉറവ തുറക്കുകയുള്ളൂ. ഉറവയടയ്ക്കാൻ ഉറവമുടക്കികളുണ്ട്. അതിനി അടുത്ത ജാഗരണ പ്രാർത്ഥന നടത്താൻ പോവുക. ഇനിയും മൗനം എടുക്കാൻ പോകണം. ഇത്രയും നാൾ മൗനം എടുത്തതിൻ്റെ കഥയൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാം മുഴുവൻ വലിച്ചെടുത്തുകൊണ്ട് പോയി. ഇനി ഒരാഴ്ച മൗനം എടുക്കാൻ പോവുക. അങ്ങനെ ഒരാഴ്ച മൗനം എടുത്താൽ 3 ആഴ്ച കഷ്ടിച്ച് നിൽക്കുന്നത്, പിന്നെയും പോവുക. പല പ്രാവശ്യം മൗനം എടുത്തിട്ട് കിട്ടിയതായപ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് തീരാറായി. വരണ്ട് കഴിഞ്ഞു, ഉറവുകൾ അടഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ജാഗരണ ഉപവാസവും പ്രാർത്ഥനയും ജാഗരണവുമായിട്ട് പോകണം. മല കയറണം, ധ്യാനിക്കാനുള്ള സ്ഥലത്തേക്ക് പോകണം, കർത്താവ് പറയുന്നിടത്തിരിക്കണം. ഇങ്ങനെ അബ്രഹാം പറഞ്ഞിടത്തെല്ലാം പോയിട്ടായി അനുഗ്രഹം. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നിടത്തേക്ക് പോകണം. അപ്പോൾ ഇവിടെ കുർബാന ഇല്ലാനുള്ള ഏൽപ്പിച്ചു പോകുമ്പോൾ റമ്പാച്ചൻ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾ വരവ് നിർത്തരുത്. മനസ്സിലായോ? ആരെങ്കിലും കുർബാന ഇല്ലാൽ മതിയെന്ന്. ആര് കുർബാന ഇല്ലാലും കുർബാനയാകും. അത് ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള വ്യവസ്ഥ. ഞങ്ങൾ ആളിനെ നോക്കിയല്ല ആരാധനയ്ക്ക് വരേണ്ടത്. ഇവിടെ മുടങ്ങാതെ ആരാധന നടക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ മൗനം എടുക്കാൻ പോകുമ്പോൾ വേറൊരു അച്ഛനെ, കിട്ടുന്ന അച്ഛനെ ആക്കിയിട്ട് പോകും. ആ അച്ഛനിൽ കൂടെ നിങ്ങൾ അനുഗ്രഹം വാങ്ങിച്ചോണം. അങ്ങനെ പൗരോഹിത്യത്തെ ആദരിക്കുവാനും കൃപാവരങ്ങളെയും നമ്മുടെ ഈ കൂതാശകളെയും പ്രയോജനപ്പെടുത്താനുള്ള വിശ്വാസം, ആഴമായ വിശ്വാസം ഉണ്ടെങ്കിലേ നിലനിർത്താം. നമുക്കിന്ന് ഇഷ്ടമില്ലാത്ത അച്ഛനാണെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ലേ, ഞാൻ അങ്ങോട്ടില്ലെന്ന് പറയും. അത് നമ്മൾക്ക് നഷ്ടം. മനസ്സിലായോ? അതുകൊണ്ട് അപ്പനും അമ്മ തന്നെയാണ്.
അവർ കിറുക്കുകയാണെങ്കിൽ കിറുക്കനാണെങ്കിൽ പോലും അവരെ ആദരിക്കണമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അച്ഛൻ തന്നെ അഭിഷേകം കൊടുത്ത ആളാണ്. ആ അഭിഷേകത്തിൽ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. ദാവീദ് ദുരാത്മബാധിതനായ ശൗലിനെ ആദരിച്ചപ്പോഴാണ് തനിക്ക് അഭിഷേകം ജ്വലിച്ചത്. അയാളെ വേണേ കൊല്ലാമായിരുന്നു, കൊന്നില്ല. അഭിഷേകത്തെ ആദരിച്ചപ്പോൾ സുബോധം പ്രാപിച്ചിട്ട് ഇയാളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് അപ്പനെയും അമ്മയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും തിരുമേനിയെയും ബാബായെയും സഭയെയും എല്ലാം ഒന്ന് ആദരിക്കണം. അതിൽ കൂടെ മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ അവഗണന കൊണ്ടും നമ്മുടെ ബഹുമാനമില്ലാഴിക കൊണ്ടും ബ്ലോക്ക് ചെയ്തു പോയിരിക്കുന്ന അഭിഷേകങ്ങളുണ്ട്. ഈ കാര്യം നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ശ്രീവായുടെ ശേഷം 6-ാം ഞായറാഴ്ച കർത്താവ് രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പിറ്റേ ദിവസം ഒത്തിരി പിള്ളേരെ കൊണ്ടുവരുന്നു അനുഗ്രഹം മേടിക്കാൻ. അപ്പൊ നമ്മൾ അനുഗ്രഹം അനുഗ്രഹത്തിൽ നിറയാമെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കാനുള്ളവരെ ദൈവം പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനകത്തൊരു കുരിശുണ്ട്. കാര്യം തന്നെ അനുഗ്രഹം വാങ്ങാൻ വരുന്നവർക്ക് അനുഗ്രഹം വിളമ്പി കൊടുക്കുന്നത് തന്നെ ഒരു ബന്ധപ്പാടല്ലേ? ഒരു സദ്യ നടത്തുമ്പോൾ എന്നും എത്ര വിഷമമുണ്ട് അല്ലേ? ആയിരക്കണക്കിന് പേർക്ക് സദ്യ നടത്തുക എന്ന് പറഞ്ഞാൽ ആ ഉടമയ്ക്കും ആ വീട്ടുകാർക്ക് എന്തുമാത്രം ബന്ധപ്പാടുണ്ട്. അത് സന്തോഷത്തോടെ സഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെയോ മകളുടെയോ കല്യാണമാണ്, അതിനെ ഭംഗിയാക്കട്ടെ എൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞ് ആ സ്നേഹവും ആ കർത്തവ്യബോധവുമാണ് ആ കഷ്ടം സഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിതാവായ ദൈവം യേശുവിനെ രക്ഷകനായി അനുഗ്രഹമായി ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ താൻ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാവുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിച്ച ശേഷം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ള പേര് സമ്പാദിച്ച് പിശാച് വിളിച്ചുകൊണ്ട് പോയ മരുഭൂമിയിൽ അവനെ തോൽപ്പിച്ചതിന് ശേഷം കാനാവിലെ കല്യാണ വീട് മുതൽ അനുഗ്രഹത്തിന്റെ ടാപ്പ് തുറക്കാൻ തുടങ്ങി. ചെല്ലുന്നിടത്തെല്ലാം തുറക്കുക, അവർക്കെല്ലാം അനുഗ്രഹം കിട്ടുക. അത് കഴിയുമ്പോഴേക്കും ഈ ഇറങ്ങിയ പിശാചെല്ലാം കൂടെ അരിക്കാൻ തുടങ്ങും, വേദനിപ്പിക്കാൻ തുടങ്ങും. അതിനാ രാത്രി മലയിലോട്ട് ഓടിപ്പോകുന്നു. അപ്പൊ അനുഗ്രഹകരമായ ശുശ്രൂഷ കഴിഞ്ഞാൽ പിശാചിന്റെ അസൂയോടുകൂടിയ എതിർപ്പുകളുണ്ട്, ഒത്തിരി പരീക്ഷകളുണ്ട്, ഒത്തിരി ശോധനകളുണ്ട്, വരൾച്ചയുടെയും എതിർപ്പുകളുടെയും പീഡനങ്ങളുടെയും ഒരു വലിയ അനുഭവമുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചാൽ രാത്രി കടത്താൻ ഉറങ്ങാനൊത്തിട്ടില്ല. രാത്രി മുഴുവൻ കോടതിയിൽ പോയി അവർക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു. രാത്രിയിൽ ഹെലികോപ്റ്ററെ വരുന്ന പോലെ ഇവരുടെ അടുത്ത് ആ കൊടുങ്കാറ്റുമായും മരണവുമായി മല്ലടിക്കുന്നവരടുത്തേക്ക് പറന്നു വരേണ്ടി വന്നു. രാത്രി 4-ാം യാമത്തിലാണ് ഒരു സ്വസ്ഥതയുണ്ടായത്. രാത്രി 4-ാം യാമം വരെ പോരാടിയെങ്കിൽ മാത്രമേ അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള പരീക്ഷ ജയിക്കാനുള്ളൂ, അല്ലെങ്കിൽ പോകാം. അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് ശേഷം ഒത്തിരി പരീക്ഷകളുണ്ട്. ആ പരീക്ഷ ജയിച്ചിട്ടേ അടുത്ത ശുശ്രൂഷയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരാളെ കൊണ്ട് ഇതിനെ പടി പറ്റുന്നു വരികയില്ല. മനസ്സിലായോ? അപ്പൊ ഈ ശുശ്രൂഷ ചെയ്യാൻ പല കൂട്ടുവേലക്കാരെ ആവശ്യമാണെന്നാണ് പറഞ്ഞിട്ട് അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പല കൂട്ടുവേലക്കാർ ഒന്നു ചേർന്നാൽ മാത്രം നടക്കുന്നതാണ് ഈ ധ്യാനമന്ദിരം. ഒരാളെ കൊണ്ട് തന്നെ പറ്റുകയില്ല. പലതരത്തിലുള്ള ശുശ്രൂഷകരും പ്രേക്ഷിതരും വേണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇതാ കർത്താവിന്റെ ഒരു ദിവസത്തെ രാത്രി പ്രാർത്ഥനയിൽ തലേ ദിവസത്തെ പ്രശ്നം പരിഹരിച്ചിട്ട് പിറ്റേ ദിവസത്തെ അനുഗ്രഹം ലോഡ് ചെയ്യുക. പിതാവ് പറഞ്ഞു ഒത്തിരി പിള്ളേരെ അനുഗ്രഹിക്കണം. ആ പിള്ളേർക്ക് ശാപം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തലമുറയുടെ ശാപം മാറ്റിയിട്ട് പുതിയ തലമുറയ്ക്ക് തുടക്കമിടാനവരെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കാൻ ഒത്തിരി പിള്ളേർ വരുമെന്ന് പറഞ്ഞു. കർത്താവ് ആ പിള്ളേരെ എന്ത് ചെയ്തു? കൈവച്ച് പ്രാർത്ഥിക്കേണ്ട ചില ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് ശിഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു കുരിശ്. ഏതാ? വേല ചെയ്യാൻ ചില സമ്മതിക്കുകയില്ല. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പണി ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ ചിലർക്ക് അത് എതിരാ, ചിലർക്കത് പൊരുത്തക്കേട്. അത് വേറെ കുരിശാ. കാരണം കർത്താവിനുള്ള ശിഷ്യന്മാർ വളർന്നിട്ടില്ല. ശിഷ്യന്മാർ അവരുടെ അപക്വമായ ചിന്താഗതിയിൽ ഈ വരുന്ന പിള്ളേരെ തടയുക. അപ്പൊ കർത്താവിന് അനുഗ്രഹം കൊടുക്കല് ശരിയാവുമോ? കർത്താവിന് അവരെ ശാസിക്കേണ്ടി വരിക. ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ ശുശ്രൂഷകൾ വേറെ വേറെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കേണ്ടതിനുള്ള ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ ശകാരിക്കുക. അപ്പൊ ശിഷ്യന്മാരെ കർത്താവ് ശകാരിക്കേണ്ടി പല ശകാരങ്ങൾ പള്ളിയിലും ധ്യാനമന്ദിരത്തിലൊക്കെ ഉണ്ടാകേണ്ടി വരും. അപ്പൊ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും അഭിപ്രായം ഒന്നല്ല, എല്ലാവരുടെയും മാനദണ്ഡങ്ങളൊന്നല്ല. പലതിലും പല തട്ടയിൽ നിന്നുകൊണ്ട് പല അഭിപ്രായങ്ങൾ പറയും. ഒരാൾ ചെയ്തത് തെറ്റെന്ന് തോന്നും, ശരിയെന്ന് തോന്നും, അത് അത്ര ഒത്തില്ലെന്ന് പറയും. എന്തെല്ലാം വിമർശനങ്ങൾ, എല്ലാം കാര്യങ്ങൾ വരും. ഇതിനെല്ലാം നേരിട്ടിട്ട് വേണം അടുത്ത ശുശ്രൂഷയിലേക്ക് പോകാൻ. കർത്താവിനെ എന്തുമാത്രം വിഷമിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള അനുഗ്രഹം അങ്ങനെ മുട്ടി നിൽക്കുക, കുഞ്ഞുങ്ങളെ അത് കുടിപ്പിക്കുകയില്ല. അപ്പൊ ആ കർത്താവിന് അതെന്തൊരു വേദനയാണ്. പാല് കുടിപ്പിക്കുന്ന അമ്മച്ചിമാർക്ക് കുഞ്ഞുങ്ങൾ പാല് കുടിച്ചില്ലേ അമ്മമാർക്ക് എന്തൊരു വേദനയാണ്. അവരോട് ചോദിച്ചാൽ പറയും മാറു കുളക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദൈവം തരാൻ നമുക്ക് അനുഗ്രഹം തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹം വാങ്ങിച്ചില്ലെങ്കിൽ അത് കെട്ടിക്കിടക്കുന്ന കർത്താവിന് വേദന, കിട്ടാത്ത പിള്ളേർക്ക് വേദന, ശകാരിക്കുന്നവർക്ക് അവർക്ക് ഒരു സന്തോഷം. എന്താ? അപ്പൊ ഇങ്ങനെ ശകാരിക്കാനുള്ള മനോഭാവം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ശകാരങ്ങൾ ഏത് ആത്മാവിലാണെന്നുള്ള കാര്യം
വിവേചിച്ചില്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്നവൻ നമ്മൾ കുരിശായിട്ട് മാറും. നമ്മൾ മുഖാന്തരം അനുഗ്രഹത്തിന് തടസ്സം വന്നിട്ടുണ്ടോ? അപ്പോൾ ശിഷ്യന്മാരെ കുഞ്ഞുങ്ങളെ ശകാരിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അമ്മമാരെ ശകാരിക്കുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പൈതങ്ങളിൻ്റെ അടുക്കൽ വന്നുകൊള്ളട്ടെ. അപ്പോൾ നമ്മൾ തിരിഞ്ഞ് ശിശുവിനെ പോലെയായി ദൈവത്തിലേക്ക് വരാനായിട്ടുള്ള സഹായങ്ങളാണ് ഈ ധ്യാനം മുഴുവനും. ഈ ധ്യാനവും വചന ശുശ്രൂഷയും ആരാധനയെല്ലാം തിരിഞ്ഞ് ശിശുവിനെ പോലെയായി കർത്താവിൻ്റെ മടിയിലേക്ക് എല്ലാവരെയും വിടാനാണ് അത്. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പൈതങ്ങൾ എൻ്റെ അടുക്കൽ വന്നുകൊള്ളട്ടെ, നിങ്ങൾ അവരെ തടയരുത്. സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്ന് പോയി. എന്തുമാത്രം പിള്ളേർ, ഒരു 5000 പിള്ളേരെ കൊണ്ടുവന്നിരിക്കട്ടെ. 5000 പിള്ളേരെ എല്ലാം മടിയിൽ വെച്ച് താലോലിച്ച് അനുഗ്രഹിക്കുന്ന എത്ര മിനിറ്റ് എടുത്ത് കാണും? 1 മിനിറ്റ് എടുത്താൽ തന്നെ 5000 മിനിറ്റ് ആയില്ലേ ഒരാളെ കൊണ്ട്? എന്തുമാത്രം സഹിച്ചിട്ടില്ലേ? പിള്ളേർ ഇങ്ങനെ ക്യൂ നിൽക്കുക, അമ്മയും പിള്ളേരും ഇങ്ങനെ ക്യൂ നിൽക്കുക. ഈ എല്ലാ പിള്ളേരുടെയും തലേ കൈയൊന്നും വെക്കണ്ടേ? കൈ വെച്ചതിന് ശേഷം അവർ എന്തെങ്കിലും സന്ദേശമൊക്കെ മക്കൾക്ക് കൊടുക്കേണ്ടി കാണും. അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഈ കുഞ്ഞിനെ ശാപം വന്ന വഴികൾ, വല്യപ്പൻ വഴി, വല്യമ്മ വഴി വന്ന എത്ര ഇന്ന ശാപം കൂടി ഉണ്ട്, അത് മാറ്റാൻ നിങ്ങൾ ഇന്ന് ചെയ്യുന്നൊരു ചെറിയ കൗൺസിലിംഗ് കൂടെ നടത്താട്ടായിരിക്കും കർത്താവ് കൈ വെച്ച്, ചുമ്മാ കൈ വെക്കിയത്. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നവരുടെ നിലവാരം അറിഞ്ഞ് അവിടെ നല്ല മുടി പോലും എണ്ണിരിക്കുന്ന കർത്താവിന് പലതും ആമ്മച്ചിയോട് പറയാൻ കാണും. അപ്പോൾ ഈ 5000 പിള്ളേരെ അനുഗ്രഹിക്കാൻ എത്ര സമയം എടുത്ത് കാണും? അതൊരു കുരിശല്ലേ? അതും കുരിശാണ്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊടുക്കുന്നതും കുരിശാണെന്ന്. ഒരച്ഛൻ ഉണ്ട്, എല്ലാവർക്കും ഹൂസോയോ തരണം, എല്ലാവരുടെയും പറയുന്ന സങ്കടവും കേൾക്കണം, കുർബാനയും തരണം, അത് കഴിഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കണം. അതൊരു കുരിശല്ലേ? അപ്പം അത് സന്തോഷത്തോടെ സഹിക്കണമെങ്കിൽ അഭിഷേകം ജ്വലിപ്പിച്ച് വേണം ഇതൊക്കെ ചെയ്യാനെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവിന് ഒരു ദിവസം ഉണ്ടായ കുരിശ് അതാണ്. നമ്മളും അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനത്തെ കുരിശ് വരും കേട്ടോ സാറേ. അനുഗ്രഹമായാലേ ഇങ്ങനത്തെ കുരിശും വരുമെന്ന്. അത് തയ്യാറാണോ? അപ്പോൾ ആ കുരിശും സഹിക്കാനും വഹിക്കാനുള്ള ശക്തി പ്രാപിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ മരഞ്ഞു പോവും, മരടിച്ചു പോവും, മടുത്തു പോകാൻ സാധ്യതയുണ്ടെന്ന കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ അനുഗ്രഹം വരുന്ന വഴികളെക്കുറിച്ച് കേട്ടു. അവൻ അവിടുത്തെ ചെന്ന യേശുവിനോട് നല്ലവനായവന് അടുത്ത പ്രശ്നം. പിള്ളേരെ അനുഗ്രഹിച്ചു വിട്ടു, അവിടുന്ന് പോയി. പിറ്റേ ദിവസം കുരിശ് എന്നതാ. അടുത്ത് ചെന്ന യേശുവിനോട് നല്ലവനായ ഗുരു, എനിക്ക് നിത്യജീവൻ ഉണ്ടാകുക ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് വാദപ്രതിവാദങ്ങളാണ്. പിന്നെ ഡിസ്കഷനാണ്, സെമിനാർ ആരംഭിക്കാൻ പോവുക. എന്താ? കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുക, കർത്താവിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക. അങ്ങനെ യേശുവിനോട് നല്ല ഗുരു എന്ന് വിചാരിച്ചപ്പോൾ കർത്താവ് അതേ കയറി പിടിച്ചു. യേശു നല്ലവനല്ലേ? എന്താ യേശു അതിനെ നിരസിച്ചത്? യേശുവിനെ നല്ലവനായ ഗുരു എന്ന് വിളിച്ചത് യേശുവിനൊരു കുരിശായിരുന്നു. എന്താ കാര്യം? അർഹതയില്ലാത്ത കാര്യം വെച്ച് നീട്ടി അത് വാങ്ങിക്കേണ്ടി വരുന്നൊരു കുരിശാണ്. നമ്മൾ അത് തിരിച്ചറിയുമോ? നമ്മളന്ന് നോക്കിയിരിക്കുക, നല്ലതാണെന്നുള്ള നല്ല ഭാര്യ, നല്ല ടീച്ചർ, നല്ല റമ്പാൻ, നല്ല അച്ഛൻ, നല്ല ആള് എന്നൊക്കെ ഒന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക അല്ലേ? ഒന്ന് മരിച്ചു കിട്ടിയാൽ അറിയാം എന്തെല്ലാം മാനവോളം പോഴുത്തുന്നില്ലേ? ശവശരീരം വെച്ചുകൊണ്ടുള്ളതാ ആ പാടിപ്പോഴത്തിൽ എന്തെല്ലാം ഭയങ്കരം. അപ്പോൾ നമുക്കത് കേൾക്കാൻ വലിയ കൊതിയുമാണ്. കർത്താവ് എന്തുകൊണ്ട് നല്ലവനായ ഗുരു എന്നുള്ള പേര് സ്വീകരിച്ചില്ല? കർത്താവ് നല്ലവനല്ലേ? നല്ലവനാ. പക്ഷെ കർത്താവ് ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കുരിശെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് പോകുന്ന വഴിയാണ്. കർത്താവിൻ്റെ സ്റ്റാറ്റസ് എന്താ? ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട്. പാപം വഹിക്കുന്ന കുഞ്ഞാടിനെ പാപിയുടെ സ്റ്റാറ്റസേ ഉള്ളൂ. അപ്പോൾ നീ പരിശുദ്ധനാണ് നല്ലവനാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? പാടില്ലെന്നാ. കർത്താവിന് അറിയാമായിരുന്നു ഞാൻ പാപമാക്കപ്പെട്ടു. എവിടെയാ? 2 കൊരിന്ത്യർ 5:21. യേശു പാപം ചെയ്തിട്ടില്ലെങ്കിലും യേശു പാപം ആക്കപ്പെട്ടു, പാപിയെ വഹിച്ചു, പാപത്തിൻ്റെ ശാപമേറ്റു, പാപിയുടെ ശിക്ഷയേറ്റു. അപ്പോൾ യേശുവിന് ആ ബോധം ഉണ്ടായിരുന്നു, ഞാൻ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടാണ്, ഞാൻ നല്ല കുഞ്ഞാടൊന്നുമല്ല. ഏതാ? മനുഷ്യൻ്റെ പാപം എല്ലാം എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് ആരും എന്നെ നല്ലവനെന്നിപ്പം വിളിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലവനെന്നുള്ള പേര് അർഹതയുണ്ടോ? ഇല്ല. നമ്മൾ പാപിയാ. പരിശുദ്ധ ബാബാ തിരുമേനി കുർബാനയില്ലാരും പറയുന്നത് ഞാൻ വലിയനും പാപിയുമായ ജാസാസൻ എന്ന് പറഞ്ഞ ചുമ്മാ ഭംഗിവാക്ക് പറയില്ല. കാരണം ഈ സഭയുടെ മുഴുവൻ ശാപം തിരുമേനിയുടെയിലുണ്ട്. എല്ലാ തിരുമേനിമാരുടെ എല്ലാ അച്ഛന്മാരുടെ ശാപം കാരണം അതെല്ലാം തലയൊക്കെ വെച്ചതാണ്. അവർ ചെയ്യുന്നതിന് എല്ലാ തിരുമേനിയും കൂടെ ഉത്തരം പറയണം, ബാബായും കൂടെ ഉത്തരം പറയണം. അത് ഞാൻ പാപിയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾ, പുരോഹിതന്മാർ, മഹാപുരോഹിതർ ഇവരെല്ലാം ഈ സഭയാകുന്ന ശരീരത്തിൻ്റെ ഓരോ തരത്തിലെ ശാപങ്ങളും അശുദ്ധികളും രോഗങ്ങളും വഹിക്കുന്നവരാണ്. അത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട്
നമ്മൾ വാസ്തവത്തിൽ പാപിയാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് നന്ദി പറയാൻ തോന്നും. അയ്യോ, എന്നെ ആ കാര്യം നോപ്പിച്ചതിന് വളരെ നന്ദി കേട്ടോ, ഞാൻ പാപിയാണ്, എല്ലാ കുറവും എനിക്ക്, ഞാൻ അനേയുടെ പാപം വഹിക്കുന്നയാളാണ്, വലിയ കാര്യം, ഞാനത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമുക്ക്, അല്ലെങ്കിൽ നീ അങ്ങനെ വിളിച്ചോ, ഞാൻ ഇന്നടത്ത് ഇന്നയാളാ, ഞാൻ ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ പ്രശംസനീയ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മൾ അവരുമായിട്ട് ചൊടിച്ച് സംസാരിക്കുന്നെങ്കിൽ അത് ശരിയാണോ? അല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്ക് കാണിച്ചിരിക്കുന്ന നല്ലൊരു മാതൃക, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു നല്ലവൻ തന്നെയാണെങ്കിലും യേശുവിൻ്റെ ഇപ്പോഴത്തെ പണി ചീത്തയായവരെ ചുമക്കുന്ന പണിയാണ്. ചീത്തയായവരെ ചുമക്കുന്നവൻ ചീത്ത തന്നെ. നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലി ഞാൻ പറയുന്നില്ല, ചീത്തയാണെ ചുമന്നാൽ അവനെ നാറുമെന്നുണ്ടല്ലേ, ഞാൻ തെളിച്ച് പറയുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ പലരെ ചുമക്കേണ്ടി വരും. ഈ വൃത്തികെട്ടവരെ ചുമക്കേണ്ടി വരും, വൃത്തികെട്ടവരെ എടുത്തുകൊണ്ട് വരേണ്ടത് അവരുടെ അശുദ്ധി നമുക്കും ഉണ്ട്, ആ ബോധം വേണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനേകരെ ചുമക്കുകയും അനേകരെ വഹിക്കുകയും ചെയ്യുന്ന യേശു ചെയ്ത പണിയാണെങ്കിൽ അതിൻ്റെ ബാക്കി നമുക്കുണ്ട്. അതെ, അതുകൊണ്ട് എനിക്ക് ആരും എന്നെ ബഹുമാനിക്കേണ്ട, ആരും എന്നെ ആദരിക്കേണ്ട, എനിക്ക് എൻ്റെ പണി തീർത്തിട്ട് പോയാൽ മതി, ഈ നീതിബോധം നമുക്കുണ്ട്. അപ്പോൾ നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ കർത്താവ്, എനിക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിഷയം നിത്യജീവനാണ്. പക്ഷേ നിത്യജീവൻ എന്നുള്ള വിഷയത്തിനേക്കാൾ മുമ്പ് നല്ലവനായ ഗുരു എന്നുള്ള ചോദ്യത്തെ കയറി പിടിച്ചു. അത് തിരുത്തുക. നമുക്ക് ആരെങ്കിലും അങ്ങനെ തിരുത്താൻ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ നല്ലവനെന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്ര നല്ലതൊന്നുമല്ല, ദൈവം മാത്രമാണ് നല്ലവൻ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ നല്ലവനെന്നാണ് ഇപ്പം വിളിക്കുന്നത്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാറിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാറിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനായി. അപ്പൊ ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കുന്ന കർത്താവ് നമ്മളെ നല്ലവരാക്കാൻ വേണ്ടിയാണ് ചീത്തയായത്. നമ്മൾ എപ്പോഴാണ് നല്ലതാകുന്നതെന്നറിയാമോ? നമ്മൾ ഏൽപ്പിച്ച പണി തീരുന്നിടം വരെയും പണി പൂർത്തീകരിച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ, അവസാന ദിവസത്തെ പ്രാണനും കൂടെ കർത്താവിനിലോട്ട് കൊടുത്ത് നമ്മുടെ പ്രാണൻ മുഴുവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തിൽ ആയിക്കഴിഞ്ഞാൽ ആത്മാവും പ്രാണനും ശുദ്ധീകരിക്കപ്പെട്ടു. ശരീരം കല്ലറയിലാണെങ്കിൽ അത് ഉയർത്തെഴുന്നേറ്റ് വന്ന് തേജസ്കരിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരം പോലെ ആയി കഴിയുമ്പോൾ അന്നായിരിക്കും നമ്മൾ നല്ലവൻ. അപ്പോൾ യേശു നല്ലവൻ എന്നുള്ള പേര് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളും ഓരോ ദിവസത്തെ പ്രാണന് കുരിശെടുത്ത് ഉയർത്തെഴുന്നേറ്റ് 100% ഉയർപ്പിൻ്റെ അനുഭവം ദേഹത്തിനും ദേഹിക്കും ആത്മാവിനും വരുമ്പോൾ നല്ലവൾ എന്നുള്ള പേര് കിട്ടും. നല്ലവൻ്റെ നല്ലവൾ, നല്ലവനായ യേശുവിന് നല്ലവളായ മണവാട്ടിയിൽ നിന്ന് അപ്പച്ചൻ തന്നെ വിളിക്കും, മോളെ ഇത് നിനക്ക് നിന്റെ ജീവിത പങ്കാളിയാ എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ അപ്പച്ചൻ തന്നെ വന്നിട്ട് കൈ പിടിപ്പിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അത് അവിടെ മാത്രമേ നമുക്ക്, അതുവരെ നമുക്ക് നല്ലതെന്നുള്ള പേര് വിളിക്കാൻ കേൾക്കാൻ അർഹതയില്ല എന്നുള്ള ബോധ്യമുണ്ട്. പിന്നെ പരിഭവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെല്ലാം നന്ദി പറയാൻ സാധിക്കും. യേശുവിൻ്റെ ആ മനോഭാവം നമുക്കുണ്ടാകട്ടെ. അങ്ങനെ ഇതൊരു കുരിശാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അനുഗ്രഹം വാങ്ങുന്നത്, അനുഗ്രഹം കൊടുക്കേണ്ടി വരുന്നത്, അതിക്രമങ്ങൾ വലിച്ചെറിയേണ്ടി വരുന്നത്, അതിക്രമങ്ങളെ ചവിട്ടേണ്ടി വരുന്നത്, അർഹതയില്ലാത്ത കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയുന്നത്, അത് മാറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുരിശെടുത്തുകൊണ്ട് പോകുന്ന അനുഭവം, അതെല്ലാ ദിവസവും ഒരു കുരിശു തന്നെയാണ്. ആ കുരിശ് വഹിച്ചാൽ കിരീടം പ്രാപിക്കാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പിതാക്കന്മാരുടെ ആഴമായ കാഴ്ചപ്പാട് കണ്ടോ? പിതാക്കന്മാർ ശ്രീവാട് ശേഷം 6-ാം ഞായറാഴ്ച അവർ ഈ വചനം ധ്യാനിച്ച് അവർ യേശുവിനെ പോലെയായി അവരിന്ന് നമുക്കായി കാത്തു നിൽക്കുകയാണ്. സാക്ഷിയുടെ വലിയ സമൂഹം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. രക്ഷാപൂർത്തിക്കായിട്ട് അവരും കാത്തിരിക്കുന്നു. നമ്മളും കൂടെ ചെന്നാലേ രക്ഷ പൂർത്തിയാവുള്ളൂ. എബ്രായ ലേഖനം 11-ന്റെ അവസാനത്തിൽ മണവാട്ടി സഭയുടെ അംഗങ്ങൾ 100% പേരും വന്നതിന് ശേഷം മാത്രമേ രക്ഷാപൂർത്തി ഉണ്ടാവുള്ളൂ. അതുവരെല്ലാം നമ്മൾ അപൂർണതയിൽ കിടക്കുകയാണ്. പരസ്പര പൂരകങ്ങളായ നമ്മളൊന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ബോധത്തോടെ സങ്കേതഭവനത്തെയും ധ്യാനമന്ദിരത്തെയും സഭയെയും സഭയിലെ പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും നമുക്ക് പ്രയോജനപ്പെടുത്താം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. സാർ പ്രാർത്ഥിക്കും. ഈ കേട്ട വചനങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റി എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് ഈ കേട്ട വചനത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കുറ്റബോധം പ്രാർത്ഥനയായിട്ട് മാറ്റണം.
കുരിശെടുത്ത് ഞാൻ കിരീടം പ്രാപിച്ചോളാം. എനിക്ക് എൻ്റെ കല്യാണ മണ്ഡപത്തിൽ എൻ്റെ മണവാളനായ യേശുവിൻ്റെ അടുത്ത് എത്തുന്നിടം വരെ നല്ലവളെന്നോ നല്ലതെന്നോ പേര് വേണ്ട. ഞാൻ പാപിയാ, മഹാഭാവിയാ. പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ